കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് പരാതി വിശദമായി പരിശോധിക്കാം. വാണിമേൽ സ്വദേശി റീജിത്ത് മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വൃക്കയിലെ കല്ല് നീക്കാൻ ഇടത് ഭാഗത്ത് ചെയ്യേണ്ടിയിരുന്ന ശസ്ത്രക്രിയ വലത് ഭാഗത്ത് ചെയ്തുവെന്ന് ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2025 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് നാദാപുരം സ്വദേശിയായ റീജിത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട സർജറി ചെയ്യുന്നത്. ഈ സർജറിക്ക് എത്തുന്ന വേളയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ 2 വൃക്കകളിലും ഇത്തരത്തിൽ കല്ല് വന്ന് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുറച്ചുനാൾ ആശുപത്രിയിൽ തന്നെ തുടരുകയായിരുന്നു. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്തു പോയിട്ടും പിന്നീട് ഈ വേദന സഹിക്കാൻ പറ്റാതെ പഴുപ്പ് ഊർന്നിറങ്ങി വലിയ രീതിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. വയറ്റിന്റെ മേലുള്ള തൊലിന്റെ മേലെ വരെ പഴുപ്പെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കത്തി വെക്കാൻ പറ്റൂല. ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കത്തി വെക്കുമ്പോൾ ഇത് പൊട്ടും, മൊത്തം പൊട്ടിയിട്ട് അപ്പം തന്നെ രോഗി തരും. അതൊന്നും ചെയ്യാൻ ഇതിപ്പോൾ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. പിന്നെ 12 മണിക്കൂറായി ഏകദേശം. ഒരു മാറ്റമില്ല. അതായത് കണ്ണോ അല്ലെങ്കിൽ കൈ അനക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർ പറയുന്നത് പ്രകാരം ഇടതുവശത്തുണ്ടായിരുന്ന കിഡ്നി അവിടെയായിരുന്നു കല്ലുണ്ടായിരുന്നു, എന്നാൽ ശസ്ത്രക്രിയ ചെയ്തത് വലതുവശത്താണ് എന്നും ഈ കുടുംബം ആരോപിക്കുന്നു. ഫസ്റ്റ് സർജറി ചെയ്ത് ബെഡ്റൂം കിടക്കുമ്പോൾ അടുത്തുള്ള പേഷ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് വേദന സഹിക്കേണ്ടവരെ ഡോക്ടർക്ക് പൈസ കൊടുത്തിരുന്നു ചോദിച്ചു. പൈസ കൊടുത്തില്ല. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു പൈസ കൊടുത്തില്ല, ഡോക്ടർ പിന്നെ വന്ന് നോക്കൂല എന്നാണ്. അങ്ങനെ വേണുഗോപാൽ സാറ് അങ്ങനെ വീട്ടിൽ പോയി 2-ാം ദിവസം 5000 രൂപ കൊടുക്കുകയും ചെയ്തു, ഡോക്ടർ വാങ്ങിക്കുകയും ചെയ്തു. ഡോക്ടർമാർ പറയുന്നത് പ്രകാരം ഇദ്ദേഹത്തിന് കൃത്യമായ ചികിത്സ കൊടുത്തിട്ടുണ്ട്, കൃത്യമായി തന്നെ ഇദ്ദേഹത്തെ പരിശോധിച്ചിട്ടുണ്ട്. ആദ്യം ചെയ്തത് ഓപ്പൺ സർജറി ആയിരുന്നില്ല, അത് കീഹോൾ സർജറി ആയിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് ഈ പഴുപ്പ് വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ബോഡി അങ്ങനെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. സാധാരണ ഒരു സിമ്പിൾ സ്റ്റോൺ ഉള്ള ഒരു കേസ് ആയിരുന്നില്ലത്. 2 സൈഡിലും സ്റ്റോണുകളും 2 സൈഡിലും പഴുപ്പുകളും സ്റ്റേജ് 5 കിഡ്നി ഡിസീസും ഒത്തിരി അസുഖങ്ങളുള്ള ഒരു രോഗി, അത് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തും ചെയ്യാത്ത ഭാഗത്തും തനിയെ പഴുപ്പുകൾ രൂപം കൊണ്ടുപോയി. അതിന് കാരണം ഇദ്ദേഹത്തിൻ്റെ കിഡ്നി പ്രശ്നമായിരിക്കാം. കാരണം ഷുഗറുള്ള ആൾക്കാർക്കും കിഡ്നി ഫെയിലറുള്ള ആൾക്കാർക്കും ഇൻഫെക്ഷൻസ് വരാനും അണുബാധ അവരുടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബം സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതിയിൽ സൂപ്രണ്ട് വകുപ്പ് മേധാവിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.